ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെറുങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റൂമിൻ്റെ കുറച്ച് പരിപാടികളാണ്. റൂമിൽ സീലിംഗ് ഒക്കെ ഒട്ടിക്കാനുള്ള കാര്യത്തിലാണ് ഉള്ളത്. ഇപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് സീലിംഗ് ഒക്കെ ഒട്ടിക്കാനുള്ള കാര്യത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർ പണിക്കാരുണ്ട്, ഇതിൽ കയറിയിട്ട് ഇത് സീലിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി മേലയിൽ ഒട്ടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. അതിൻ്റെ അടിയിൽ ലൈറ്റൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ അവർ ചെറുങ്ങനെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ആശുവിൻ്റെ ഡാൻസ് ഇന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗണിൽ മട്ടന്നൂർ ഗവൺമെൻറ് UP സ്കൂളിൽ വെച്ചിട്ടാണ് ഡാൻസ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അംഗനവാടികളിലെ മട്ടന്നൂർ നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും കുട്ടികൾ കൂടിയിട്ടുള്ള ഒരു ഡാൻസാണ്. അപ്പോൾ ഓരോ അംഗനവാടിയിൽ നിന്നും ഈ അംഗനവാടിയിലെ കുട്ടികൾ ഓരോ ഡാൻസ് അങ്ങനെയാണ് ഇവിടെ പരിപാടി ഉള്ളത്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സീലിംഗൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും പിന്നെ അംഗനവാടിയിലെ വേറെ 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകാം. ഉച്ച സമയത്തേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12:30 സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഭയങ്കര വെയിലായിരിക്കും. വെയിലായിട്ട് ഇതിലൂട്ടൊന്നും നടക്കാൻ പറ്റില്ല, അങ്ങനെ വെയിലായിരിക്കും. പക്ഷേ ഇന്ന് നല്ല കുറവുണ്ട് വെയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പം നമ്മളങ്ങനെ നടന്നു പോവാണ്. കഴിഞ്ഞ കൊല്ലം ഈ പരിപാടിക്ക്, അതായത് ഈ എല്ലാ അംഗനവാടിയിലെയും കുട്ടികളുടെ ഈ പരിപാടിക്ക് ഞങ്ങൾ രാവിലെ ആയിരുന്നു പരിപാടി. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ആണത് ടീച്ചർ പറഞ്ഞ് രാവിലെ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ 2ാമത്തെ ടോക്കൺ നമ്പറായിരുന്നു നമുക്ക്. അപ്പോൾ 2ാമത്തെ ഡാൻസ് ഞങ്ങളുടെ ആയിരുന്നു. അതുകൊണ്ട് വേഗം ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഉച്ചക്കാണ് പോയത്. ഇനിയിപ്പോൾ വൈകിട്ടാണ് വീട്ടിലെത്തുക. ഒരു പ്രശ്നമുള്ളൂ. പിന്നെ അതുമാത്രമല്ല, വണ്ടിയാണെങ്കിൽ ഈ ഉച്ച സമയത്ത് ഓട്ടോ ഒന്നും തീരെ കിട്ടുന്നുമില്ല. ഓട്ടോനൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷേ ഓട്ടോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ വെമ്പടിയിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ ടൗണിലെത്തിയിട്ടുണ്ട്. നമ്മൾ UP സ്കൂളിലേക്ക് കയറാൻ നോക്കുമ്പോൾ നല്ല തിരക്കാണ്. ഫുഡിൻ്റെ ബഹളമാണ്. നമ്മൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് തന്നെ അപ്പം തന്നെ ഫുഡും കഴിക്കുകയും ചെയ്ത്. ഫുഡ് കഴിക്കാതെ പോയതാണല്ലോ. ഡാൻസ് എന്തായാലും തുടങ്ങുമ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിയണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഓരോ അംഗനവാടികൾക്കും ഓരോ ക്ലാസ് എന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിലാണ് ഇങ്ങനെ നിർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളെ ഉടുപ്പ് ഇത് അസിലിൻ്റെ ഉടുപ്പ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉടുപ്പ്. ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ആദ്യത്തെ ഞങ്ങൾ 2 ഡാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡാൻസിൻ്റെ ഉടുപ്പ് ഇതാണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തത് ഇങ്ങനെയാണ് ഫുള്ളായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി തലയിലും അരക്കൊക്കെ കെട്ടിയപ്പോൾ കിടിലനായിട്ടുണ്ട് ഉടുപ്പ്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവമൊക്കെ കെട്ടിയപ്പോൾ അടിപൊളിയായി, നല്ല സൂപ്പറായിട്ടുണ്ട്. കിടിലൻ ഔട്ട്ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ മുന്നിൽ കളിക്കേണ്ട കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ കരയുന്നുണ്ട് ഉമ്മാനൊന്നും കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ മുന്നിൽ വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അതായത് ഡാൻസ് കളിക്കുമ്പോൾ ടീച്ചർമാർ ഇപ്പുറത്തുനിന്ന് സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അവരൊക്കെ കളിക്കുന്നത്. പക്ഷെ ഞങ്ങളത് ടീച്ചർ അങ്ങനെ കളിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ടീച്ചറും കളിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ കുറേ ആളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ അംഗനവാടികളിലെ പരിപാടിയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നല്ല നല്ല ഔട്ട്ഫിറ്റാണ് എല്ലാ കുട്ടികൾക്കുള്ളത്. കിടിലൻ ഡ്രസ്സൊക്കെയാണ്. കണ്ടോ, നല്ല തിളങ്ങുന്ന കിടിലൻ ഡ്രസ്സൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അതായത് അത് തൊപ്പിയൊക്കെ ഇട്ടിട്ട് വേറെ തന്നെ ഒരു ലെവൽ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരുടെ രീതിയിൽ കളിക്കുന്നുണ്ട്. പഠിച്ചതായാലും നല്ല കറക്റ്റായിട്ടൊന്നും കളിക്കൂലല്ലോ. പിന്നെ കണ്ടോ, ഇത് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ.
പിന്നെ അതാ കുറേ ആളുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ കളിച്ച് കഴിഞ്ഞ അംഗനവാടിയിലെ കുട്ടികളെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡാൻസ് ഈ ഉടുപ്പിട്ടിട്ടാണ് നമ്മുടെ ഡാൻസ് ഉള്ളത്. ആദ്യത്തെ ഡാൻസ് വിതുമ്പും കുഞ്ഞു മനസ്സെന്നും പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഈ ഒരു ഉടുപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാട്ട് വെക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ പാട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ ഈ ഒരു ഡാൻസ് കഴിഞ്ഞു. ആ ഒരു ഡാൻസ് ഞാൻ ഇൻഷാ അല്ലാഹ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഡാൻസ് നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിലാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ രണ്ടാമത്തെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്, ആ സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റൂല. ഞാൻ ഇൻഷാ അല്ലാഹ് ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.